സജി ചെറിയാന്റെ പ്രസ്താവന കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്. അതാണ് ക്രിസ്ത്യൻ വോട്ട് ബാങ്കിന്റെ പിൻബലത്തിൽ നിലനിൽക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയായ മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രസ്താവന. സജി ചെറിയാനെന്നുള്ളത് മാത്രമല്ല, ആര് പറഞ്ഞാലും അതെല്ലാം നിങ്ങളുടെ സമൂഹത്തിൽ കണ്ടു, ഇതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടു. അത് വേറെ കാര്യം. അതിപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരും കാര്യമില്ല. ഇപ്പോൾ രാവിലെ ഇതിന് അഭിപ്രായം പറയണം, എന്താണ് എൻ്റെ സ്ഥിതി എന്നൊക്കെ പറയേണ്ട ഒരു സ്ഥിതി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ ജോസ് കെ മാണി കൃത്യമായ നിലപാട് വ്യക്തമാക്കി. ചടങ്ങിലേക്ക് പോകുന്നത് ഒരു പുതിയ കീഴ്വഴക്കമല്ല. അത് ആ ക്ഷണിക്കുന്ന സർക്കാരിനോട് അവരുടെ നിലപാടിൽ യോജിച്ചാണെന്ന് കരുതേണ്ട ആവശ്യവുമില്ല. സജി ചെറിയാന്റെ പ്രസ്താവന ഗുരുതര തെറ്റാണെന്ന് വി.ഡി. സതീശനും പ്രതികരിച്ചു. പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ പോയെന്ന് പറഞ്ഞു കേരളത്തിലെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ അധിക്ഷേപിച്ച സജി ചെറിയാന്റെ നടപടി ഗുരുതരമായ തെറ്റാണ്. സജി ചെറിയാൻ മതമേലധ്യക്ഷന്മാരെ അപഹസിക്കാൻ പാടില്ലായിരുന്നുവെന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പക്ഷം. അല്ല, മതമേലധ്യക്ഷന്മാരെ ഒന്നും അപഹസിക്കേണ്ട കാര്യമില്ല. ഫീലിംഗ് ഉണ്ടാക്കുന്ന തരത്തിൽ ഒരഭിപ്രായം പറഞ്ഞത് ഏതായിരുന്നാലും നല്ലതല്ല. ആ കാര്യത്തിൽ ഞങ്ങൾ യോജിക്കുന്നില്ല. ആ കാര്യം മോശം തന്നെയാണ്. സർക്കാരിന്റെ പൊതുനയമാണ് സജി ചെറിയാന്റെ പ്രസ്താവനയിലൂടെ പുറത്തുവന്നതെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രതികരിച്ചു. കേരളത്തിലെ ഏറ്റവും സംസ്കാരമില്ലാത്തയാളാണ് സാംസ്കാരിക മന്ത്രി എന്ന് സ്വയം തെളിയിച്ചിരിക്കുക. പക്ഷേ അങ്ങനെ ഒരാളെ മന്ത്രിസഭയിൽ തന്നെ തുടരാൻ അനുവദിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും നമ്മുടെ മുഖ്യമന്ത്രിയുടെയും പൊതു നയത്തിന്റെ ഭാഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ പ്രസ്താവന വിവാദത്തെ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.